നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വന്യമൃഗ ആക്രമണ മരണം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 24 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയെന്ന് അമിക്കസ് ക്യൂറി. വനത്തിന് പുറത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചാൽ 16 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായ മരിച്ചവരുടെ കുടുംബത്തിന് 24 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. പാമ്പടിയേറ്റുള്ള മരണങ്ങളിൽ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ വിവേചനമുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തതയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട ഹർജികളിലാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാദർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വേനൽ അവധിക്ക് ശേഷം ഹർജികൾ പരിഗണിക്കും. കേന്ദ്ര സർക്കാർ സ്കീമിൽ നിന്ന് 10 ലക്ഷം രൂപയും വന്യമൃഗ ആക്രമണ സംഭവങ്ങളിലെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചട്ടങ്ങൾ അനുസരിച്ച് 2018 സർക്കാർ ഉത്തരവ് പ്രകാരം പുനർനിശ്ചയിച്ചിരിക്കുന്ന തുകയായ 10 ലക്ഷം രൂപ ലഭിക്കും. മനുഷ്യമൃഗ സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ലക്ഷം രൂപ നഷ്ടപരിഹാരവും മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് അർഹതയുണ്ടെന്ന് അമിക്കസ് ക്യൂറി MP മാധവൻകുട്ടി റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വനത്തിന് പുറത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചാൽ 16 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ, വനം വകുപ്പിന് 2 ലക്ഷം രൂപ എന്നത് ഉൾപ്പെടെ 12 ലക്ഷവും സംസ്ഥാന സവിശേഷ ദുരന്തമെന്ന നിലയിൽ 4 ലക്ഷം രൂപയും കൂടിയാണിത്. എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് അറിവില്ലാത്തത് മൂലം നഷ്ടപരിഹാരം കൃത്യമായി നടപ്പാക്കിയിട്ടില്ലെന്ന് അറിയിച്ചു. ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല, ഗൗരവം പരിഗണിച്ചു വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ പറയുന്നു. പാമ്പുകടിയേറ്റുള്ള മരണത്തിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച് വിവേചനമുണ്ട്. കേരളത്തിൽ വനങ്ങളിൽ താങ്ങാതിലേറെയാണ് വന്യമൃഗങ്ങളുടെ എണ്ണം. അക്വേഷ്യ, യുക്കാലിപ്സ്, തേക്ക് പ്ലാന്റേഷനുകൾ ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായ നടപടികൾ മൂലം വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല. കുടിക്കാനുള്ള ജലത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലവും മൃഗങ്ങൾ കാട്ടിൽ നിന്നിറങ്ങുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷമായി 344 പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഈയിടെ രാജ്യസഭയിൽ അറിയിച്ചിരുന്നു. ഇതിൽ 103 പേർ ആനകളുടെ ആക്രമണത്തിലും 35 പേർ കാട്ടുപന്നിയുടെ ആക്രമണത്തിലും 4 പേർ കടുവയുടെ ആക്രമണത്തിലും 180 പേർ പാമ്പുകടിയേറ്റുമാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വന്യമൃഗ ആക്രമണം തടയാൻ സോളാർ വേലികളാണ് കൂടുതൽ ഫലപ്രദം. കർണാടകയിലും തമിഴ്നാട്ടിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാറിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് മുന്നറിയിപ്പ് സംവിധാനവും ഫലപ്രദമാണ്. ഡ്രോൺ ഉപയോഗം, റേഡിയോ കോളറിംഗ് പ്രശ്നങ്ങളുണ്ടാക്കുന്ന മൃഗങ്ങളെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും മെച്ചപ്പെട്ടതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.